3 വർഷത്തിന് മുമ്പായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ കല്യാണത്തിന് അനിയന് വരാൻ പറ്റിയില്ല. അത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ 3 വർഷം വെയിറ്റ് ചെയ്തു. എന്നാലും ഇപ്പോ അവന്റെ കല്യാണം കൂടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമാണ്. അതെ, ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു. പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ പേരിൽ എല്ലായിടത്തും അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. കെയർ ഓഫ് എലിസബത്തിൻ്റെ അനിയത്തിയല്ലേ. പിന്നെ പി ജിക്ക് ഞാൻ വേറെ കോളേജായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവൾ കാനഡയ്ക്ക് പോയി. പിന്നെന്താ, ഷീസ് ലൈക്ക് മൈ സെക്കൻഡ് മദർ. അയ്യോ സങ്കടം. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അനിയനാണ്. ആക്ച്വലി ഇപ്പോഴത്തെ കല്യാണം തന്നെ അവന്റെ രീതിയിലേക്ക് അവനാണ് ആക്ച്വലി ഫുൾ ഓടി നടന്ന് പ്ലാൻ ചെയ്തത്. നമ്മൾ ജസ്റ്റ് പുറകെ സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ അവന്റെ കല്യാണം അവൻ ആഗ്രഹിച്ച പോലെ നടന്നിട്ടുണ്ട്, കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു ബെസ്റ്റ് കെയറിങ് ഹസ്ബൻഡായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എലിസബത്തിനെ ഞങ്ങൾ ആക്ച്വലി കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. എയർപോർട്ടിൽ വെച്ചാണ് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അല്ലെങ്കിൽ വീഡിയോ കോളിൽ മാത്രമേ ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ. പിന്നെ ആള് ഭയങ്കര വൈബാണ്. നമ്മുടെ കൂടെ തന്നെ സെറ്റ് ആവുന്ന ഒരു കൊച്ചാണ്. ഹാപ്പിയാണ്. എലിസബത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ക്വാളിറ്റീസ് ഒരുപാടുണ്ട്. പക്ഷെ 3 പറഞ്ഞ സ്ഥിതിക്ക് 3 തന്നെ പറയാം. ആൾ ഭയങ്കര കൈൻഡാണ്, എപ്പോഴും ലിസൺ ചെയ്യും, ഒന്നും ആർഗ്യൂ ഒന്നും ചെയ്യത്തില്ല. ഞങ്ങളിപ്പോൾ അറിയാവുന്ന കാലം തുടങ്ങി ഒരിക്കൽ പോലും അങ്ങനെ ഒരു വഴക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇൻ കേസ് ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും തരത്തിൽ പറഞ്ഞാൽ തന്നെയായാലും എലിസബത്ത് വളരെ കാമായിട്ടത് കേട്ടിട്ട് ഓക്കെ ചെയ്യാം, ഓക്കെ അങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ എന്താ, നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ദേഷ്യം വന്നാൽ കൂടിയായാലും നമുക്കത് കാണുമ്പോൾ കൂടുതൽ ഇഷ്ടം വരാണല്ലോ. അതേപോലെ തന്നെ എലിസബത്ത് നല്ല ഓർഗനൈസ്ഡ് ആണ്. അതായത് ഇപ്പോൾ എന്ത് കാര്യത്തിനായാലും നല്ലൊരു പ്ലാൻ ചെയ്യും. നമ്മൾ ആളെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നത്തില്ല, ചിലപ്പോൾ കുറച്ച് ജോളി മൈൻഡ് അങ്ങനെയാണ്. പക്ഷേ ആൾ നല്ല മെച്യൂർഡാണ്, നല്ല ഓർഗനൈസ്ഡ് ആണ്, വെൽ മാനേജ്ഡ് ആണ്. അങ്ങനെ കുറേ ഉണ്ട് അങ്ങനെ. എലിസബത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ കിൻഡർ ജോയ് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. കിൻഡർ ജോയുടെ കളിപ്പാട്ടം ഞങ്ങളെക്കാളും കൂടുതൽ മുറിയിൽ സൂക്ഷിക്കാറുള്ളത് എലിസബത്താണ്. മസ്കറ്റിൽ പോയി കഴിയുമ്പോൾ ഞങ്ങൾ കാണാതിരിക്കാൻ ഭയങ്കര വിഷമായിരുന്നു. കിടന്ന് കരഞ്ഞു ഞങ്ങൾ കണ്ടില്ലാത്തതുകൊണ്ട്. പിന്നെ ആക്ച്വലി ഞാൻ ഇതുവരെയായിട്ട് പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെയായിട്ട് പ്രപ്പോസും ചെയ്തിട്ടില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തു. പിന്നീട് എന്താ പറയുക, ഇവിടെ വരെ എത്തിയത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എങ്ങനെയോ എത്തി. And Chico, happy married life. ഇനിയും എൻ്റെ ലൈഫ് ലോങ് പോയാലും എനിക്ക് ഇതിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സണെ കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്.